Hi all, welcome to yet another English class of Leeds Academy. നമ്മൾ ഇന്ന് ഇംഗ്ലീഷിന്റെ രണ്ടാമത്തെ ലെസൺ ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവരും റെഡി അല്ലേ? ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഒന്ന് എടുത്തു വെക്കുക, നോട്ട് ചെയ്യേണ്ട വേണ്ടിയിട്ട് നോട്ട് ബുക്ക് ഒക്കെ ഒന്ന് എടുത്തു വെക്കുക. അപ്പോൾ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ദ ലെസൺ നെയിം ഈസ് ഇൻ ദി ആറ്റിക്. സോ വാട്ട് ഈസ് മീൻ ബൈ ആറ്റിക്? ആറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ആറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തട്ടിൻപുറം, നമ്മളെ പഴയ കാലഘട്ടത്തിൽ മച്ച് പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അതിനെയാണ് നമ്മൾ ആറ്റിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഇടുങ്ങിയ ഒരു റൂം പോലെ വരുന്നതിനെയാണ് ഈ ആറ്റിക് എന്ന് പറയുക. ഒരു തട്ടിൻപുറം മച്ചുംപുറം എന്നുള്ള രീതിയിലാണ് ആറ്റിക് എന്നുള്ള അർത്ഥം വരുന്നത്. ആൻഡ് ഇതൊരു മെമ്മോയറാണ്, ഒരു ഓർമ്മക്കുറിപ്പാണ്, ഒരു ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻ്റ് ഉള്ള ഒരിതാണ്. ആൻഡ് ഇറ്റ് ഈസ് ദ റിയൽ നെയിം ഓഫ് ഈ ഒരു സ്റ്റോറി എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മെമ്മോയർ എടുത്തിരിക്കുന്നത് ദ പിയാനിസ്റ്റ് എന്ന് പറയുന്ന വർക്കിൽ നിന്നാണ്. ആൻഡ് ഇത് എഴുതിയിരിക്കുന്നത് സ്പിൽമാൻ ആണ്. ഓക്കെ, ഹി സ്പിൽമാൻ. സോ ഹിസ് ഫുൾ നെയിം ഈസ് വാഡിസ്വാവ് സ്പിൽമാൻ. വാഡിസ്വാവ് സ്പിൽമാൻ, ഇത് എൽ സൈലന്റ് ആയിരിക്കും. അപ്പോൾ വാഡിസ്വാവ് സ്പിൽമാൻ. ഹി വാസ് എ പോളിഷ് പിയാനിസ്റ്റ്. ഹി വാസ് എ പോളിഷ് പിയാനിസ്റ്റ് and classical composer. He is a Polish pianist and a classical composer. So his memoir, The Pianist, was published in 1946. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെമ്മോയർ എന്ന് പറയുന്നതാണ് ദ പിയാനിസ്റ്റ്. അത് പബ്ലിഷ് ചെയ്തത് 1946-ലാണ്. ആൻഡ് ദ ബുക്ക് വാസ് അഡാപ്റ്റഡ് ഫോർ എ ഫിലിം, ഓക്കെ, ഇൻ ദ റോമൻ പോളസ്കി ഇൻ 2002. അപ്പോൾ വ്ളാഡിസ്വാവ് സ്പിൽമാൻ ഈസ് എ പോളിഷ് പിയാനിസ്റ്റ്. അതൊരു പോളിഷ് പിയാനിസ്റ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു മെമ്മോയർ ആണ്. ഒരു മെമ്മോയർ എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറിപ്പാണ്, ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻ്റ് ആണ്, ഓട്ടോബയോഗ്രഫിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ റൈറ്റിംഗ് ആണ് പിയാനിസ്റ്റ് എന്നുള്ളത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് വാർ സെക്കൻഡിൻ്റെ പീരീഡിൽ അദ്ദേഹം നടത്തിയ ആ ഒരു സാഹസികമായ ജീവിതത്തെയാണ് ശരിക്കും ഇതിലൂടെ കാണിക്കുന്നത്. ഇതിനെ നമ്മൾ സിനിമയാക്കി 2002 ഇറക്കിയിട്ടുണ്ട്. 2002 ആ സിനിമ പ്രശസ്തമാണ്, അതിന് ഓസ്കർ അവാർഡൊക്കെ കിട്ടിയതാണ്. സോ അതിലെ ഒരു ചെറിയ പാർട്ടാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്, ഇൻ ദി ആറ്റിക്. സോ വി ആർ കമ്മിങ് ടു ദ സ്റ്റോറി. വി ആർ ഡിസ്കസിങ് ദ സമ്മറി പാർട്ട് ഓഫ് ദ സ്റ്റോറി. നമ്മൾ വരികയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ ഇൻട്രഡക്ഷനിൽ നമ്മൾ കാണാൻ പോകുന്നത്, അപ്പോൾ ഇതിലെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. സോ ആ ഒരു കാലഘട്ടത്തിൽ വേൾഡ് വാർ സെക്കൻഡിൻ്റെ പീരീഡാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പവർഫുള്ളായ ഒരു ഏകാധിപതി എന്ന് പറയുന്നത് അഡോൾഫ് ഹിറ്റ്ലർ ആണ്. അപ്പോൾ അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയുടെ ഏകാധിപതിയാണ്. അപ്പോൾ അദ്ദേഹം രാജ്യത്തിൻ്റെ സ്ഥാനം ഏറ്റെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിന്താഗതിയുണ്ട്, തൻ്റെ രാജ്യത്തിൻ്റെ പുരോഗതിക്കും ഇതിനെ എല്ലാം ബാക്കിലോട്ട് വലിക്കുന്ന, അല്ലെങ്കിൽ ഇതിനെല്ലാം നശിപ്പിക്കുന്നത് ജൂതന്മാരാണെന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹമൊക്കെയാണ് ആര്യന്മാർ, അല്ലെങ്കിൽ നോബിൾ ബ്ലഡ് ഉള്ളവർ എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ എങ്ങനെ അദ്ദേഹം മാറ്റിമറിക്കാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബ്രൂട്ടലായിട്ടാണ് ജൂതന്മാരെ മുഴുവൻ കൊന്നൊടുക്കുക, അവരെ മുഴുവനായിട്ടും കൊന്നൊടുക്കുക എന്നുള്ള ഒരു തീരുമാനം അവരെടുക്കുകയാണ്. അങ്ങനെ അദ്ദേഹം അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അത് നടപ്പിലാക്കി. അപ്പോൾ അവരെ ജൂതന്മാരെ കൊന്നൊടുക്കാൻ വേണ്ടി തന്നെ അദ്ദേഹം ഒരു സെൻറ്റർ ഓപ്പൺ ചെയ്തു. അതായിരുന്നു കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ. കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ആ കാലത്ത് നടന്ന ക്രൂരതകൾക്ക് ഒരു അതിരുമില്ല. ഓക്കെ, അതിൽ ഗ്യാസ് ചേമ്പറുകളൊക്കെ വളരെ പ്രശസ്തമാണ്. ഗ്യാസ് ചേമ്പറുകൾ അന്നത്തെ കാലഘട്ടത്തിൽ ജൂതന്മാരെ കൊന്നൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ്. കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ പറയപ്പെടുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചിട്ടുണ്ടെന്നാണ്. കൃത്യമായ കണക്കുകളൊന്നുമില്ല, എങ്കിലും അദ്ദേഹം കൊന്നൊടുക്കിയ ആൾക്കാർക്ക് ഒരു കണക്കില്ല. ഈ കാലഘട്ടത്തിൽ ജൂതന്മാരെ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട ഒരു കാലഘട്ടമാണ്. അപ്പോൾ ജൂതനായ സ്പിൽമാൻ എങ്ങനെ ഈ കാലഘട്ടത്തിൽ ജർമ്മൻ സോൾജിയേഴ്സിൽ നിന്ന് ഒളിച്ച് ജീവിച്ചു എന്നുള്ളതാണ് നമുക്ക് ഈ പിയാനിസ്റ്റ് അല്ലെങ്കിൽ ദ ആറ്റിക് എന്ന് പറയുന്ന ഈ ഒരു ചെറിയ മെമ്മോയിലൂടെ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇദ്ദേഹം ഒരു ജൂതനാണ്, പോളണ്ടുകാരനാണ്. പോളണ്ടിൻ്റെ ആധിപത്യം വന്ന് ജർമ്മനിയുടെ കീഴിലാണ്. അപ്പോൾ നമുക്കറിയാം, പോളണ്ടിനെ പിടിച്ചടക്കുന്നതിനെ സംബന്ധിച്ച തർക്കത്തിൽ നിന്നാണ് സെക്കൻഡ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ സമയത്ത് പോളണ്ട് ജർമ്മനിയുടെ കീഴിലാണ്. അപ്പോൾ ഈ പോളണ്ടിലുള്ള ജൂതന്മാരെ ഓൾമോസ്റ്റ് പിടിച്ചുകൊണ്ടുപോയി കൊന്നൊടുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അന്ന് ഒരു ജൂതനായിരുന്ന സ്പിൽമാൻ ഇവരിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ട് ഇദ്ദേഹം താമസിച്ചു. അപ്പോൾ അദ്ദേഹം
6 വർഷക്കാലം ഇങ്ങനെ ഒളിച്ച് നടന്നുകൊണ്ടേയിരുന്നു. അതിലൊരു 2 വർഷക്കാലം അദ്ദേഹം ഒരു ആറ്റിക്കിൽ, ഒരു മച്ചിൻ പുറത്ത്, വീടിന് മച്ചിൻ പുറത്തായിരുന്നു ഉണ്ടായിരുന്നത് ജർമ്മൻ സോൾജേഴ്സ്. അപ്പോൾ അദ്ദേഹം താമസിക്കുന്ന ഈ വീട്ടിൽ എന്ന് പറയുന്നത് ജർമ്മൻ സോൾജേഴ്സ് വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ആയുധങ്ങളൊക്കെ വെച്ചേക്കുന്നത് ഈ ഒരു ഹൗസിലാണ്. അതിൻ്റെ മുകളിലത്തെ നിലയിലെ ഒരു ആറ്റിക്കിലാണ് ഇദ്ദേഹം താമസിക്കുന്നത്. അപ്പോൾ ഇവിടത്തേക്ക് പെട്ടെന്ന് ഒരു ദിവസം ഒരു ജർമ്മൻ സോൾജേഴ്സ് കയറി വരുന്നിടത്തു നിന്നാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദ എൻകൗണ്ടർ വിത്ത് ദ ഓഫീസർ. ദ protagonist, a pianist, is approached by an officer who asks about his life. The officer explained that he doesn't intend to do anything to him. അപ്പോൾ വൺ ഡേ, അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന സമയത്ത് അങ്ങോട്ടൊരു ജർമ്മൻ സോൾജിയർ വരുന്നു. എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. കാരണം അദ്ദേഹത്തിന് പിടിച്ചുകൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ജീവിതം അവിടെ അവസാനിച്ചു. അപ്പോൾ അദ്ദേഹം വളരെ ഫ്രൈറ്റൻഡ് ആയി, പേടിച്ചു വരണ്ടു. അപ്പോൾ അദ്ദേഹം പല ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഹു ആർ യു, നിങ്ങൾ എവിടെ നിന്നാണ്, എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹം മറുപടി പറയാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ ദ ഓഫീസർ അദ്ദേഹത്തിന് പ്രോമിസ് കൊടുത്തു, ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല, നിങ്ങൾ കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. സോ ഹി സേസ് ദാറ്റ് ഐ ആം എ പിയാനിസ്റ്റ്, ഞാനൊരു പിയാനിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് പിയാനിസ്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് കറക്റ്റ് ആണോ എന്നുള്ളതൊന്ന് ടെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇദ്ദേഹത്തിന് ഉറപ്പിക്കുകയാണ്. ദ ഓഫീസർ സജസ്റ്റ് ദാറ്റ് ദേ ഗോ ടു ദ അനദർ റൂം വേർ എ പിയാനോ ഈസ് ലൊക്കേറ്റഡ്. ഓക്കെ, അപ്പോൾ അടുത്ത റൂമിലായിട്ട് ഒരു പിയാനോ ഉണ്ട്. അപ്പോൾ ആ പിയാനോ ഉള്ളിടത്തേക്ക് അദ്ദേഹത്തിന് കൂട്ടിക്കൊണ്ട് പോകുന്നു. ദ ഓഫീസർ ഇൻസ്ട്രക്ട് ദം ടു പ്ലേ സംതിങ് ഓൺ ദ പിയാനോ. അങ്ങനെ ആ പിയാനോയിൽ എന്തെങ്കിലും പ്ലേ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നു. അപ്പോൾ പ്ലേ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രശ്നങ്ങളുണ്ട് അവിടെ. അദ്ദേഹം ഒരിക്കലും അത് പ്ലേ ചെയ്യാനായിട്ട് സമ്മതിക്കില്ല. കാരണം എന്താ? സോ ദ സ്പീക്കർ ഈസ് ഹെസിറ്റേറ്റഡ് ആൻഡ് അൺഷ്യൂർ ഓഫ് ഹിസ് ഇൻറ്റൻഷൻ. എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ എന്നൊന്നും അദ്ദേഹത്തിന് അറിയത്തില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇത് പ്ലേ ചെയ്യാൻ തയ്യാറാകുന്നില്ല, ഹെസിറ്റേറ്റ് ചെയ്യാണ്. കാരണം ഇതിൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ വേറെ ജർമ്മൻ സോൾജേഴ്സ് അങ്ങോട്ട് വരും, ഇദ്ദേഹത്തിന് പിടിക്കപ്പെടും, ഇദ്ദേഹം വധിക്കപ്പെടും. അത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം, സ്പിൽവാൻ അറിയാം. The officer assured him that he could play and if anyone came he could hide in the ladder and claiming that it was trying the instrument out. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ആരെങ്കിലും കയറി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ലാഡറിനും പുറകിലായിട്ട് ഒളിച്ചോളുക. ഇനി ആരെങ്കിലും കയറി വന്നാൽ ഞാൻ പറഞ്ഞോളാം, ഞാനിത് കണ്ടപ്പം ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കിയതാണെന്ന് പറഞ്ഞോളാം എന്നുള്ള പ്രോമിസിൽ ഇദ്ദേഹം പ്ലേ ചെയ്യാനായിട്ട് തയ്യാറായി. The narrator having not practiced for 2.5 years. ഇദ്ദേഹം ഒരു 2.5 വർഷമായിട്ട് പിയാനോ പ്ലേ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടില്ല, ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. റീസൺ എന്താണെന്ന് നിങ്ങൾക്കറിയാം, അതാണ് സിറ്റുവേഷൻ. ഹാഡ് സ്റ്റിഫ് ഡേർട്ട് കവേർഡ് ഫിംഗേഴ്സ്. അദ്ദേഹത്തിൻ്റെ കൈ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റിഫായിരിക്കുകയാണ്. അതുപോലെ തന്നെ ഡേർട്ട് ആണ്, കാരണം ഇദ്ദേഹം ഒരു ആറ്റിക്കിനുള്ളിലാണ് താമസിക്കുന്നത്. ഈ ആറ്റിക്കിൽ ഡേർട്ടിയാണ്, അതിലുള്ള വേസ്റ്റ് സാധനങ്ങളൊക്കെ വാരി കൂട്ടിയിട്ടേക്കുന്ന സ്ഥലമാണ്. ആൻഡ് നോട്ട് കട്ട് ദെയർ നെയിൽസ് ഫോർ വീക്സ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നെയിൽസ് കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് വെച്ച് പ്ലേ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. ഹി പ്ലേഡ്, എന്തായാലും ഇദ്ദേഹത്തിൻ്റെ നിർബന്ധപ്രകാരം അദ്ദേഹം പ്ലേ ചെയ്തു. ഹി പ്ലേഡ് ചോപ്പിൻസ് നോക്ടേൺ എന്ന് പറയുന്ന സി ഷാർപ്പ് മൈനറിൽ അദ്ദേഹം അത് പ്ലേ ചെയ്തു. ആൻഡ് ദാറ്റ് ഈസ് എ ഗ്ലൂമി മ്യൂസിക്, സാഡായ, ഏറ്റവും ഗ്ലൂമിയായ ഒരു മ്യൂസിക് ആയിരുന്നു അത്. ആസ് ദ ഹേർഡ് എ ലൗഡ് ജർമ്മൻ നോയ്സ് ഔട്ട്സൈഡ് ദ ബിൽഡിംഗ്. അപ്പോൾ ഇദ്ദേഹം പ്ലേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുറത്തുനിന്ന് ലൗഡ് സൗണ്ട് കേൾക്കാൻ തുടങ്ങി. ആരാ പ്ലേ ചെയ്യുന്നത്, ആരാ അവിടെ ഉള്ളത് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളും ലൗഡ് സൗണ്ട്സ് പുറത്തുനിന്ന് വരാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം ആ സമയത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്തു. ആൻഡ് ദ പോലീസ് ഓഫീസർ കൺഫ്രണ്ട് ഹിം ഹൈഡിങ് അമംഗ് ദ റൂയിൻസ്, സ്റ്റേറ്റിംഗ് ദാറ്റ് ഹി വിൽ ടേക്ക് ഹിം ഔട്ട് ഓഫ് ദ സിറ്റി എ സേഫ്. അപ്പോൾ ഈ ഒരു ജർമ്മൻ സോൾജിയറിന് ഇദ്ദേഹത്തിനോട് ഒരു സോഫ്റ്റ് കോർണർ തോന്നുകയാണ്. കാരണം മറ്റു ജർമ്മൻ സോൾജിയറിൽ നിന്ന് തികച്ചും വ്യത്യസ്തനാണ് ഈ ജർമ്മൻ സോൾജിയർ. കാരണം അങ്ങനെ ജർമ്മൻ സോൾജിയർ ശരിക്കും ജൂതനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വിടില്ല. പക്ഷേ ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കുക, ആരും കാണാതെ. എനിക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഒരു സേഫർ വില്ലേജിലേക്ക് മാറ്റിക്കൊള്ളാം എന്നുള്ളൊരു പ്രോമിസ് കൊടുത്തു. അതുപോലെ തന്നെ ദ മാൻ ഹൂ ഈസ് എ ജൂവിഷ് അഡ്മിറ്റ്സ് ഹൈഡിങ് ഇൻ ദ ആറ്റിക്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സർപ്രൈസായി, ഞാനൊരു ജൂതനാണ്, എന്നിട്ട് ഒരു ജർമ്മൻ സോൾജിയർ പറയാണ്, നിങ്ങളിവിടെ താമസിച്ചോളൂ, ഞാൻ നിനക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നല്ലൊരു വില്ലേജിലേക്ക്, ഒരു സേഫായ വില്ലേജിലേക്ക് മാറ്റിക്കൊള്ളാം എന്ന് പറയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ജൂതനാണേ. സോ ഹൈഡിങ് ഇൻ ദ ആറ്റിക്, ദ ഓഫീസർ ഡിസ്കവേർഡ് ലോഫ്റ്റ് മെയ്ഡ് ഓഫ് ബോർഡ്സ്. അപ്പോൾ അദ്ദേഹം അവിടെ ലോഫ്റ്റ്സ് മെയ്ഡ് ഓഫ് ബോർഡ്സ്, അതായത് ഇങ്ങനെ ബോർഡ് കൊണ്ടുണ്ടാക്കിയ
പലക പോലത്തെ കഷ്ണങ്ങൾ കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ഇതിന് പിന്നിലായിട്ട് ഈ ആറ്റിക്കിനുള്ളിൽ കൂട്ടിയിരിക്കുന്ന പലക കഷ്ണങ്ങൾക്ക് ഇടയിലായിട്ട് ഒളിച്ചിരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ആരും നിങ്ങളെ കാണില്ല. അതുപോലെ തന്നെ ദ ഓഫേഴ്സ് ടു ബ്രിങ് ഫുഡ്, അദ്ദേഹത്തിന് കൃത്യമായി ഫുഡ് എത്തിച്ചു കൊടുത്തോളാമെന്ന് അദ്ദേഹം ഓഫർ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇത് അദ്ദേഹത്തിന് വലിയൊരു സർപ്രൈസ് ആയിരുന്നു. കാരണം ഒരു ജർമ്മൻ സോൾജിയർ ഇങ്ങനെ തന്നോട് ബിഹേവ് ചെയ്യുമെന്ന് ഒരിക്കലും അദ്ദേഹം പ്രതീക്ഷിച്ചില്ല. ദ മാൻ അഡ്മിറ്റ്സ് ടു ബീങ് ജർമ്മൻ ബട്ട് ദ ഓഫീസർ ഈസ് അഷെയിംഡ്. അപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിച്ചു, താങ്കളൊരു ജർമ്മൻ തന്നെ അല്ലേ? സോ അഷെയിംഡ് ഓഫ് ഇറ്റ് ഈസ് ആഫ്റ്റർ ഇവൻ ദ ഓഫീസർ ഷുക്ക് ഹാൻഡ്സ് വിത്ത് ദ മാൻ ആൻഡ് ലീവിങ് ദ മാൻ ടു കൺഫ്രണ്ട് ദ സിറ്റുവേഷൻ. അപ്പോൾ അദ്ദേഹത്തിന് അവിടുന്ന് പോകാൻ നേരത്തെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ സേഫായിട്ട് തന്നെ ഇവിടെ ഇരിക്കണം, ആരുടെയും കണ്ണിൽ പെടരുത് എന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് പോയി. ദ മാൻ ഈസ് ലെഫ്റ്റ് ടു വണ്ടർ ഇഫ് ഹി ഈസ് ട്രൂലി ജൂയിഷ് ആസ് ഹി അഷെയിംഡ് ഓഫ് ദ പാസ്റ്റ് ആക്ഷൻസ്. അപ്പം ഹീസ് തിങ്കിങ് അബൌട്ട് ദാറ്റ്. ഇത് ഒരു ജർമ്മനെ കുറിച്ച് ഇദ്ദേഹത്തിൻ്റെ ചിന്താഗതികൾ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറൻ്റ് ആയിരുന്നു. ഇത്രയും ക്രൂരന്മാരായ മനുഷ്യന്മാർ എന്നുള്ള ചിന്താഗതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായ ഒരു ഓഫീസറായിരുന്നു ആ ജർമ്മൻ ഓഫീസർ. Then 3 days later, after 3 days, he reappeared. The officer reappeared. വീണ്ടും വന്നു. And the narrator hears a whisper under the loft. ലോഫ്റ്റിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണ് അദ്ദേഹം. Hello, are you there? Yes, I am here, I replied. അപ്പോൾ ആ ഓഫീസർ പതുക്കെ വന്ന് പുറത്തുനിന്ന് വിളിച്ചു. Yes, hello, are you there? I replied. Soon afterwards, something heavy landed beside me and finds a package of loaves, jam and wrapped in grease proof paper. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു പാക്കറ്റ് അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് വന്ന് വീണു. ഇദ്ദേഹം തുറന്നു നോക്കുന്ന സമയത്ത് അതിൽ ലോബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അപ്പമാണ്, അപ്പവും ജാമും അദ്ദേഹത്തിന് അതിലുണ്ടായിരുന്ന ഒരു ഗ്രീസ് പേപ്പറിൽ ബാഗിൽ പൊതിഞ്ഞതായിരുന്നു. ആൻഡ് ദ ഓഫീസർ impatient, what is it? Hurry up, the guard saw me come in here and I must stay long, tells him to hang on few more weeks, believing the war will end by spring. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പെട്ടെന്ന് തന്നെ ഹറിയപ്പായിട്ട് ഞാൻ തിരിച്ചു പോവാണ്, കാരണം ജർമ്മൻ സോൾജിയേഴ്സ് എന്നെ കണ്ടിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് കയറി വരുന്നത്, അപ്പോൾ അവർ ഏത് സമയം ഇങ്ങോട്ട് വരാം, അതുകൊണ്ട് നിങ്ങൾ സേഫായിട്ട് ഇവിടെ ഇരിക്കണം, കാരണം യുദ്ധം അവസാനിക്കാറായി, വേൾഡ് വാർ സെക്കൻഡ് അവസാനിക്കാറായി, അപ്പോൾ അങ്ങനെയാണെങ്കിൽ യു വിൽ ബിക്കം സേഫ്. The voice fell silent. He did not know if the officer was still there or if he had gone, but suddenly he spoke again. You must hang on, do you hear? അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഒരു സൈലന്റ്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുന്നില്ല. സംസാരിച്ചു കഴിഞ്ഞാൽ വേറെ ജർമ്മൻ സോൾജിയേഴ്സ് കേൾക്കും, അതുകൊണ്ട് തന്നെ ഇതിവര് സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പയ്യെ സ്ലോലി ചോദിച്ചു, ആർ യു ദർ? അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. യെസ്, യു മസ്റ്റ് ഹാങ് ഓൺ, ഡു യു ഹിയർ? അപ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുക എന്നുള്ളൊരു നിർദ്ദേശം കൊടുത്തു. ദ ഓഫീസർ അബ്രപ്റ്റ്ലി ലീവിങ് ദ നറേറ്റ് ടു ഫേസ് ദ റിയാലിറ്റി ഓഫ് ദ സിറ്റുവേഷൻ. അപ്പോൾ അദ്ദേഹത്തിനെ ലീവ് ചെയ്ത് പെട്ടെന്ന് തന്നെ പോയി. സോ ദ നറേറ്റർ സ്പിൽമാൻ ഈസ് നീഡ് ടു ഫേസ് ദ റിയൽ സിറ്റുവേഷൻ. എന്തും സംഭവിക്കാം, ചിലപ്പോൾ ആരെങ്കിലും കണ്ടുപിടിച്ചേക്കാം, കണ്ടുപിടിച്ചാൽ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. Then life in silence. The narrator hears a harsh voice, believing the war will end well. The attic door closes. Week passes with the less artillery fire. അപ്പോൾ യുദ്ധം നടക്കുന്ന ഏരിയ ആണ്, ഫയറും ഗൺ ഫയറും മിസൈലിൻ്റെ സൗണ്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട്, ഹാർഷ് സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ചില ദിവസങ്ങളിൽ സൗണ്ടുകളില്ല, ആർട്ടിലറി ഫയർ കേൾക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം ബിലീവ് ചെയ്തു എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കുമെന്ന്. Soldiers carries large packages to the attic, but the narrator hiding place is well chosen and no one searches the loft. പക്ഷേ ഇദ്ദേഹം താമസിക്കുന്നതിൻ്റെ അടുത്ത് വരെ ജർമ്മൻ സോൾജിയേഴ്സ് എത്തി, പല പാക്കേജുകൾ കൊണ്ടുവയ്ക്കാൻ ഈ ആറ്റിക്കിൽ പോലും എത്തിയിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം ഈ പലകയുടെ പുറകിൽ ഒളിച്ചതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയ്ക്കായതുകൊണ്ട് ആരും ഇദ്ദേഹത്തിനെ കണ്ടില്ല. ദ സൈലൻസ് ഈസ് ബ്രോക്കൺ ബൈ നോ ഷോട്ട്. കാരണം ഈ സൈലൻസ്, ആ ഒരു കംപ്ലീറ്റ് സൈലൻസ് ബ്രേക്ക് ചെയ്തില്ല, കാരണം ദർ ഈസ് നോ gunshot, there no artillery fire. Then on 12 December the officer arrived again, provide a large supply of bread and warm aided down, and informed the narrator that he was leaving Warsaw with his detachment. അപ്പം അദ്ദേഹം ഒരു ഓൺ ഡിസംബർ 12 വീണ്ടും തിരിച്ചു വന്നു, ദ ജർമ്മൻ ഓഫീസർ.
അദ്ദേഹം വരുന്ന സമയത്ത് കുറേയധികം ബ്രെഡ്, അതുപോലെ തന്നെ ഒരു എയ്ഡഡ് ഡൗൺ എന്ന് ഉദ്ദേശിക്കുന്ന വിന്റർ സീസൺ വരുവാണ്, പുതപ്പ്, നല്ല കമ്പിളി പുതപ്പ് പോലെയുള്ള പുതപ്പ്. ആൻഡ് ഇൻഫോംഡ്, നറേറ്ററിനോട് പറഞ്ഞു ഞങ്ങളുടെ ആർമി, ഞങ്ങളുടെ ഡിറ്റാച്ച്മെന്റ്, അതായത് ഇവിടുന്ന് പിൻവലിയാണ്, പോളണ്ടിൽ നിന്ന് പോകാൻ തുടങ്ങണം, കാരണം യുദ്ധം അവസാനിക്കുന്ന നിമിഷത്തിലേക്ക് എത്തിയിട്ടുണ്ട്. Then the speaker is anxious about surviving street fighting, but the captain replied and believes it God's will for them to survive for over 5 years. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ഇതുണ്ട്, കാരണം ഇത്രയും ദിവസം ഇവിടെ സേഫായിട്ട് ജീവിക്കാൻ തന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഈ ജർമ്മൻ ഓഫീസറാണ്. അദ്ദേഹം പോകുകയെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനിനി എങ്ങനെ ഈ ഒരു ഫൈറ്റിനിടയിൽ എങ്ങനെ ജീവിക്കും, ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളൊരു ചിന്തയുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ 5 വർഷക്കാലമായിട്ട് ഈ ഒളിച്ചും ജീവിച്ചില്ലേ, അതുകൊണ്ട് നിന്നെ ദൈവം എങ്ങനെയെങ്കിലും രക്ഷിക്കും. ആഫ്റ്റർ സേയിങ് ഗുഡ് ബൈ, സ്പിൽമാൻ സഡൻലി റീകോൾസ് ഹിസ് ഗ്രാറ്റിറ്റ്യൂഡ് ടു ദ ക്യാപ്റ്റൻ. ദേ ഡിഡ്ന്റ് ആസ്ക് ഫോർ ദെയർ നെയിം. അപ്പം പോകാൻ നേരത്ത്, കാരണം ആ സ്പിൽമാൻ ഒന്ന് സ്റ്റേജ് ബാക്ക് ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ ഒരു നന്ദി പറയാനുള്ള ഒരു ഇതുപോലും അവിടെ എടുത്തിട്ടില്ല, കാരണം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ പേര് പോലും അറിയില്ല. They urge the person to remember as the situation uncertain. The speaker is unsure of what may happen next. എന്ത് സംഭവിക്കും, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ലാത്തൊരു സിറ്റുവേഷനിലാണുള്ളത്. The speaker is unsure what may happen next. എന്ത് സംഭവിക്കും. The speaker is a former employee of Polish radio. അപ്പോൾ നമ്മുടെ സ്പിൽമാന് പോളിഷ് റേഡിയോയിൽ ആദ്യം വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. Expresses his desire to help the receipt if necessary, mentioning his name as Spillman. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പോളിഷ് ഇതിലേക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും റീജോയിൻ ചെയ്യും, അതിൽ നിങ്ങളെക്കുറിച്ച് സംസാരിക്കും എന്നുള്ളൊരിത് കൊടുക്കുകയാണ്. സോ ആഫ്റ്റർ ദാറ്റ് ഹി ലീവ്സ്, ദ ജർമ്മൻ സോൾജിയേഴ്സ് ലീവ്സ് ഫോർ എവർ, അദ്ദേഹത്തിനെ വിട്ടുപോയി. ദെൻ ദ ഹാർഷ് വിന്റർ സീസൺ സ്റ്റാർട്ട് ചെയ്തു. The author describe the harsh winter of December followed by 6 Christmas and a New Year celebration in 1945, which were the worst he had experienced. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിസംബർ മാസം എന്ന് പറയുന്ന ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷനുകൾ നടക്കുന്നതാണ്. പക്ഷേ ഇദ്ദേഹത്തിന് ഒരിക്കലും ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് അദ്ദേഹത്തിന് ക്രിസ്മസ് ഇല്ല, ന്യൂ ഇയർ ഇല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വേഴ്സ്റ്റ് പീരീഡ് ആണത്, ഏറ്റവും വേഴ്സ്റ്റ് പീരീഡ് ആണ്. ആൻഡ് ഹി റീകോൾസ് the Christmas before during the war, how he had a home parents. അപ്പോൾ അദ്ദേഹം ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് എങ്ങനെയാണ് തൻ്റെ ഫാമിലിയോടൊപ്പം ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ സെലിബ്രേറ്റ് ചെയ്തതെന്ന് അദ്ദേഹം റീകോൾ ചെയ്യുന്നു. He later felt alone, surrounded by others, believed that he had to be alone to survive. അപ്പോൾ അദ്ദേഹം ഇന്ന് ഒറ്റയ്ക്കാണ്, കാരണം വേറെ ആരുമില്ല, മിക്കവാറും എല്ലാ ജൂതന്മാരെയും ഇവിടുന്ന് പിടിച്ചുകൊണ്ടുപോയി കൊന്നൊടുക്കിയിട്ടുണ്ടാകാം. This experience reflects his struggle with loneliness and importance of solitude. അപ്പോൾ അദ്ദേഹം ഒരു സോളിറ്റ്യൂഡിലേക്ക്, ഒരു ഏകാന്തതയിലേക്ക് മാറിയിരിക്കണം, കാരണം ഹീസ് അലോൺ ദർ. ഇനി ആ ജർമ്മൻ സോൾജിയർ തിരിച്ചു വരില്ല. അപ്പം അങ്ങനെ അദ്ദേഹം ഒറ്റപ്പെട്ട ഏകാന്തതയിലാണ് ഇനിയുള്ള ജീവിതം എന്ന് പറയുന്നത്. ആൻഡ് disturbance on 14th January, unusual noises woke the author, who heard agitated voice and soldiers running up and down the stairs. അങ്ങനെ ഡിസംബർ മാസം കഴിഞ്ഞു, ദിവസങ്ങൾ അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ജനുവരി 14th അൺയൂഷ്വൽ നോയ്സ് കേട്ടിട്ടാണ് അദ്ദേഹം രാവിലെ ഉറക്കം എഴുന്നേറ്റത്. അപ്പോൾ അദ്ദേഹം ഹി ഹേർഡ് അജിറ്റേറ്റഡ് വോയിസുകൾ. ദെൻ ദ സോൾജിയേഴ്സ് ആർ റണ്ണിങ് അപ്പ് ആൻഡ് ഡൗൺ ടു ദ സ്റ്റേഴ്സ് ഓടിക്കയറുന്നു, ഇറങ്ങുന്നു. ഈ സൗണ്ട് കേട്ടിട്ടാണ് അദ്ദേഹം എഴുന്നേൽക്കുന്നത്. ഓൺ 15th January, ഇനി അടുത്ത ദിവസമാണെങ്കിൽ ആർട്ടിലറി ഫയർ, അദ്ദേഹത്തിൻ്റെ ആ ഒരു കെട്ടിടം, താമസിക്കുന്ന കെട്ടിടത്തിന് മുമ്പിലായിട്ട് തന്നെ ആർട്ടിലറി ഫയർ, ഗൺ ഫയറും ഷെല്ലിൻ്റെ സൗണ്ടും കേട്ടിട്ടാണ് ഞെട്ടി അദ്ദേഹം എഴുന്നേറ്റത്. ആൻഡ് ഹി ബിക്കെയിം നെർവസ്. യുദ്ധം അവസാനിക്കുകയാണെന്നുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ പെട്ടെന്ന് മനസ്സിൽ നിന്ന് മാറുകയാണ്. പക്ഷേ സോ ദ നൈറ്റ് പാസ്ഡ് പീസ്ഫുള്ളി. പക്ഷേ ആ രാത്രി പീസ്ഫുള്ളി തന്നെ കഴിഞ്ഞു പോയി. വിത്ത് ദ റിമൈനിങ് ജർമ്മൻസ് ലീവിങ് ദ ബിൽഡിംഗ്. കാരണം ജർമ്മൻ സോൾജിയേഴ്സ് ബിൽഡിങ് മുഴുവനായിട്ടും റിലീവ് ചെയ്ത് അവർ പോവാണ്. കാരണം സെക്കൻഡ് വേൾഡ് വാറിൽ ആര് പരാജയപ്പെട്ടു? ജർമ്മനി പരാജയപ്പെട്ടു. ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. നമുക്കറിയാം, ഹിസ്റ്ററി അറിയാം. അപ്പോൾ അദ്ദേഹം സൈലൻസ് ഫെൽ ആൻഡ് ദ ഓതർ
could not even hear the step of guards outside the building. അപ്പോൾ ഔട്ട്സൈഡ് ബിൽഡിങ്ങിൽ നിന്ന് സൗണ്ടുകളൊന്നും കേൾക്കാതെയായി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ജർമ്മൻ സോൾജിയേഴ്സ് ഇവിടുന്ന് വിട്ടുപോയിന്ന്. So then the next day the silence was broken by a loud noise broadcasting the Polish of Germany defeat and the liberation of Warsaw. വാർസോ എന്ന് പറയുന്നത് പോളണ്ടിന്റെ ക്യാപിറ്റലാണ്. അപ്പോൾ നെക്സ്റ്റ് ഡേ അദ്ദേഹം എഴുന്നേൽക്കുന്ന സമയത്ത് ഡിക്ലറേഷൻ ഉണ്ടായി, ജർമ്മനി പോളണ്ട് വിട്ടുപോയിരിക്കുന്നു, വാർസോ സ്വതന്ത്രമായിരിക്കുന്നു. The Germans had withdrawn without fight. The narrator prepared for their first adventure out wearing a German military overcoat. അപ്പോൾ അദ്ദേഹം പുറത്തിറങ്ങാൻ, കാരണം ജർമ്മനി പരാജയപ്പെട്ടു, ജർമ്മനി ഒരു സ്ട്രഗിളും ഇല്ലാതെ ഇവിടെ നിന്ന് പോയി. അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ, ആദ്യമായി സ്വാതന്ത്ര്യം ആഘോഷിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങാൻ നേരത്തപ്പോൾ നല്ലൊരു ഡ്രസ്സൊന്നും ഇല്ല. അപ്പോൾ അദ്ദേഹം അവിടെ കണ്ട ജർമ്മൻ ഓവർകോട്ട്, ജർമ്മൻ സോൾജിയറിൻ്റെ ഓവർകോട്ട് എടുത്ത് അണിഞ്ഞിട്ടാണ് പുറത്തേക്ക് വരുന്നത്. He heard footstep guards again, wondering if Soviet and Polish troops had withdrawn. He sang on his mattress. അപ്പോൾ വീണ്ടും അദ്ദേഹം പുറത്തിറങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം സൗണ്ട് കേട്ടു, അതുകൊണ്ട് അദ്ദേഹം അവിടെ തന്നെ ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്തു. He sang on his mattress, dejected until he heard the voice of women and children urging them to gather information. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ വിമൻസിൻ്റെയും ചിൽഡ്രൻ്റെയും സൗണ്ട്സ് കേട്ടു. അപ്പോൾ അദ്ദേഹം പുറത്തിറങ്ങാനുള്ളൊരു ധൈര്യം എടുത്തു. Then on a grey misty morning, next morning, the narrator ran downstairs to confront a woman soldiers in uniform. അപ്പോൾ അദ്ദേഹം സ്റ്റെയർ ഇറങ്ങി വന്നു. അപ്പോൾ അവിടെ ഒരു വിമൻ ഓഫീസർ, മിലിറ്ററി ഓഫീസർ ഇൻ യൂണിഫോം. She approached from the right carrying a bundle on her back. The woman yelled, "A German!" and the guard fired machine gun hitting the wall. പക്ഷേ ആ ഒരു വുമൺ പെട്ടെന്ന് ഇദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്ത് കുപ്പായിട്ടിരിക്കുന്നത്, ജർമ്മൻ ഓവർകോട്ടായിട്ടിരിക്കുന്നത്. അത് കണ്ടപാടെ അവൾ അലറി വിളിച്ചു, ജർമ്മൻ ജർമ്മൻ എന്ന് പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ഷൂട്ട് ചെയ്യാൻ ഫയറിങ് സ്റ്റാർട്ട് ചെയ്തു. The narrator rushed up to the stairs and took refuge in the attic, fearing the bullets would hit the wall. അദ്ദേഹം ഓടി ആറ്റിക്കിൽ പോയി ഒളിച്ചു, കാരണം ബുള്ളറ്റ്സ് വാളിലൊക്കെ കൊണ്ട് തെറിക്കുകയാണ്. So the narrator is surrounded by the, അങ്ങനെ അദ്ദേഹം പോളിഷ് സോൾജിയേഴ്സിനാൽ സറൗണ്ട് ചെയ്യപ്പെട്ടു. ആൻഡ് ഇൻ ദ വാർസോ നിയറിങ് ഫ്രീഡം, അദ്ദേഹത്തിൻ്റെ ഫ്രീഡം എൻജോയ് ചെയ്യുന്ന ഒരു ലാസ്റ്റ് നിമിഷമായ ഒരു അവസരത്തിലാണ് ഇദ്ദേഹം കാണിച്ചൊരു മണ്ടത്തരം. എന്താണ്? ജർമ്മൻ ഓവർകോട്ട് എടുത്തിട്ടു. ഇനി അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്നാണെന്ന് പറയണം, ഞാനൊരു പോളണ്ടുകാരനാണ്, ജർമ്മൻ അല്ല എന്ന് തെളിയിക്കണം. He wonders how to make them realize their his true identity before being sent to the next world as Germany is hiding. അപ്പോൾ അദ്ദേഹം ഞാൻ ജർമ്മൻ അല്ല, തൻ്റെ ട്രൂ ഐഡൻറ്റിറ്റി അദ്ദേഹം തെളിയിക്കണം, ഞാനൊരു പോളണ്ടുകാരനാണ്, ഞാനൊരു ജൂഷാണ് എന്നൊക്കെ അദ്ദേഹം പറയണം. He shout, "Don't shoot, I am Polish," as he is approached by a young officer in Polish uniform. അപ്പോൾ അദ്ദേഹം ഒരു പോളിഷ് ഓഫീസർ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ കെഞ്ചിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ജർമ്മൻകാരനല്ല, പോളിഷുകാരനാണ്. The officer points a pistol at him and shouts, "Hands up!" The narrator cries out, "Why in God's name don't you come down? ദൈവമേ, എന്നിലേക്ക് വന്നിട്ട് എന്നെ ഒന്ന് രക്ഷിക്കണേ. And what are you doing in German court?" He is asking, നീ എന്താണ് ഈ ജർമ്മൻ കോട്ടിൽ ചെയ്യുന്നത്? They understand that he is not German. അവസാനം അദ്ദേഹത്തിൻ്റെ കരച്ചിലും വീഴ്ചയിലും ഒക്കെ അദ്ദേഹം കൺവിൻസ് ചെയ്തു, he is not German, he is Polish. The author, after being taken to military headquarters for medical care, walks freely through Warsaw for the first time in 6 years. അങ്ങനെ അദ്ദേഹത്തിനെ അവിടുത്തെ പോളണ്ട് ഹെഡ്ക്വാർട്ടേഴ്സ്, മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിന് വേണ്ട മെഡിക്കൽ കെയർ കാര്യങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ 6 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ആദ്യമായി വാർസോയിലൂടെ ഫ്രീ ആയിട്ട് ഇറങ്ങി നടന്നു. ഓക്കെ, ഇത്രയും കാലം പല സ്ഥലത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു അദ്ദേഹം. He sees ghetto, ശരി പ്രദേശം, നോർത്ത് ഓഫ് ദ സിറ്റി where 500,000 Jews were murdered. അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ജർമ്മൻസ് ജൂഷിനെ പിടിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. ആൻഡ് ഹി ഡിസൈഡ് ടു സ്റ്റാർട്ട് എ ന്യൂ ലൈഫ് വിത്ത് ഡെത്ത് ബിഹൈൻഡ് ഹിം. അപ്പോൾ അവിടുന്ന് അദ്ദേഹം ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ പോവാണ്. കാരണം ആ പുതിയ ജീവിതം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ 2ാം ജന്മമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ആൾക്കാരെ കൊന്നൊടുക്കിയതിൽ നിന്ന് എന്താണ് ഒരു തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് മടങ്ങി വന്ന ആളാണ് സ്പിൽമാൻ. സോ ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് സ്പിൽമാൻ. സോ ദിസ് ഈസ് ഇൻ ദി ആറ്റിക്. ഓക്കെ.
അണ്ടർസ്റ്റുഡ്? സോ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് ക്യാരക്ടർ സ്കെച്ചാണ്, ക്യാരക്ടർ സ്കെച്ച് ഓഫ് സ്പിൽമാനും അതുപോലെ തന്നെ ജർമ്മൻ സോൾജിയറായ ക്യാപ്റ്റൻ വിൽം ഹോസൻഫെൽഡുമാണ്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല ഇത്, പക്ഷേ എങ്കിലും നമ്മളൊന്ന് ജസ്റ്റ് അതിന് 1-2 പോയിന്റുകൾ മാത്രമായിട്ട് പഠിക്കുകയാണ്. സോ ഫസ്റ്റ് സ്പിൽമാൻ ആണ്. വാഡിസ്ലാവ് സ്പിൽമാൻ വാസ് എ ടാലന്റഡ്, പാഷനേറ്റ് പോളിഷ് ജ്യൂസ് പിയാനിസ്റ്റ് who displayed his strong determination during World War II. വേൾഡ് വാർ സെക്കൻഡിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ, ഉറച്ച തീരുമാനം, അതുകൊണ്ട് മാത്രമാണ് മുന്നോട്ട് ജീവിക്കാൻ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചത്. Despite facing unimaginable hardship in Warsaw under Nazi rule, he held a hope for better future. അദ്ദേഹം ആ വേൾഡ് വാർ സെക്കൻഡിൽ അദ്ദേഹം വളരെയധികം ഹാർഡ്ഷിപ്പുകൾ, പ്രയാസങ്ങളും വേദനകളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും ഒരു നല്ല ഫ്യൂച്ചർ ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിൽ അദ്ദേഹം ആ നാസി റൂളിൽ, അതായത് ജർമ്മൻ റൂളിൽ അദ്ദേഹം എസ്കേപ്പ് ചെയ്ത് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകുമെന്ന് വിചാരിച്ച് ജീവിച്ചു. സ്പിൽമാൻ സ്റ്റോറീസ് ഷോക്കേസ് ഹിസ് ബ്രേവറി, ഹ്യൂമാനിറ്റി, highlighting the capacity for kindness, empathy even in extreme condition. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ. ബ്രേവറി, ധൈര്യം, ഇത്രയും കാലഘട്ടം അവരിൽ നിന്ന് ഒളിച്ചടക്കുന്ന പറഞ്ഞാൽ അത്ര ധൈര്യം പോരാ. ഹ്യൂമാനിറ്റി, മനുഷ്യത്വം. ദെൻ കപ്പാസിറ്റി ഫോർ കൈൻഡ്നസ്, ദയ. ദെൻ എംപതി ഈവൻ ഇൻ എക്സ്ട്രീം കണ്ടീഷൻ. എക്സ്ട്രീം കണ്ടീഷനിൽ പോലും അദ്ദേഹം കാഴ്ചവെച്ച ഒരു സഹാനുഭൂതി, എംപതി ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദിസ് ഈസ് അബൌട്ട് സ്പിൽമാൻ. ഓൺലി 3 പോയിന്റ്സ്, ഓൺലി ഒരു 3 പോയിന്റ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതിനെ വെച്ച് നമുക്ക് ക്യാരക്ടർ സ്കെച്ചിൻ്റെ ഇതിലേക്ക് വരാം, കാരണം അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ടാണ്. ഇനി അടുത്തത് ക്യാപ്റ്റൻ വിൽം ഹോസൻഫെൽഡ് ആണ്. ഹി ഈസ് എ ജർമ്മൻ ഓഫീസർ, ഷോഡ് അൺഅക്സെപ്റ്റഡ് ഹ്യൂമാനിറ്റി ആൻഡ് കമ്പാഷൻ, ഡിസൊബേയിങ് നാസി ഐഡിയോളജി, റിസ്കിങ് ഹിസ് ലൈഫ് ടു ഹെൽപ്പ് സ്പിൽമാൻ. അപ്പോൾ സ്പിൽമാനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അദ്ദേഹം നാസി ജർമ്മൻ ഐഡിയോളജി, ആ തത്വശാസ്ത്രത്തെ പോലും എതിർത്തുകൊണ്ട് തൻ്റെ ലൈഫിനെ തന്നെ റിസ്കിലേക്ക് എടുത്തുകൊണ്ട് അദ്ദേഹം സ്പിൽമാനെ രക്ഷിക്കാനായിട്ട് നിന്നു. Their bond of trust, loyalty is a powerful example of human love and spirit. അവരുടെ ആ ബോണ്ടിങ് എന്ന് പറയുന്നത് that is a powerful example of human love and spirit. Then he was against ideology of Nazi, risked his life for saving the author. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. He is a man of kindness and compassion. അദ്ദേഹം is a man of kindness and compassion. So this is the 2 character sketch. 2 character sketch സിമ്പിൾ ആയിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ദെൻ നമുക്ക് ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് റൈറ്റപ്പ് എന്നുള്ളത്. റൈറ്റപ്പ് എന്നുള്ളതാണ്. അതിൽ റൈറ്റപ്പിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 2 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന് ദ പ്രോബ്ലം ഓഫ് റെഫ്യൂജീസ്, അതായത് യുദ്ധത്തിൽ റെഫ്യൂജീസ് ആയിട്ട് അഭയാർത്ഥികളായി മാറുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയാം. അല്ലെങ്കിൽ കോൺസിക്വൻസസ് ഓഫ് വാറിൻ്റെ കോൺസിക്വൻസസ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ എങ്ങനെയാണ് റൈറ്റപ്പ് എഴുതേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫോർമാറ്റിൽ വേണം നമ്മൾ റൈറ്റപ്പ് എഴുതാനുള്ളത്. സോ ദിസ് ഈസ് ജസ്റ്റ് ആൻ എക്സാമ്പിൾ ഓഫ് എ റൈറ്റപ്പ്. സോ ഇൻട്രഡക്ഷൻ ഈസ് ദർ. ഞാൻ വായിക്കുന്നില്ല കാരണം കാണാം. സോ ദിസ് ഈസ് ദ ഇൻട്രഡക്ഷൻ ഓഫ് ഇൻട്രഡക്ഷൻ പാരഗ്രാഫ് ഇതാണ്. ദെൻ നമ്മൾ ഇതിനെ പല സബ് ഹെഡിങ്ങുകളായിട്ട് തിരിക്കുന്നു. ഫസ്റ്റത്തത് ഹ്യൂമൻ കോസ്റ്റ് ആണ്. ഹ്യൂമൻ കോസ്റ്റ്, അതായത് വാറിൻ്റെ ഏറ്റവും വലിയ കോൺസിക്വൻസസ് ഫേസ് ചെയ്യുന്നത് ഹ്യൂമൻ ആണ്. അതായത് ഹ്യൂമൻ ലൈഫിന് ഇഞ്ചുറി, ട്രോമയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രോബ്ലമാണ് ഹ്യൂമൻ കോസ്റ്റ് എന്നുള്ളത്. സോ ഹ്യൂമൻ കോസ്റ്റ് ഈസ് ദ ഫസ്റ്റ് വൺ. ദെൻ സെക്കൻഡ് വൈസ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് റെഫ്യൂജീസ്. ഓക്കെ, റെഫ്യൂജീസിൻ്റെ പ്രോബ്ലംസ് ആണ്. അതായത് യുദ്ധത്തിൽ അഭയാർത്ഥികൾ അയക്കപ്പെടുന്ന, അതായത് സ്വന്തം വീടും നാടും നഷ്ടപ്പെടുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് അടുത്തത് പറയുന്നത്. അടുത്ത പാരഗ്രാഫ് അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് എക്കണോമിക് ആൻഡ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ്. നമുക്കറിയാം സാമ്പത്തികമായ മാന്ദ്യം ഉണ്ടാകും. ദെൻ പരിസ്ഥിതി ഇത് മോശമായിട്ട് ബാധിക്കും. കാരണം ഇൻഫ്രാസ്ട്രക്ചറുകൾ മുഴുവൻ, കെട്ടിടങ്ങൾ, റോഡുകൾ എല്ലാം നശിക്കും. അപ്പോൾ ഇതിനെ വീണ്ടും റീബിൽഡ് ചെയ്യാനായിട്ട് വലിയൊരു എക്കണോമി വീണ്ടും പൈസ മുടക്കേണ്ടതായിട്ട് വരും. പിന്നെ എൻവയോൺമെൻറ്റിൽ ലാൻഡ്, വാട്ടർ, എയർ എല്ലാം പൊല്യൂട്ടഡ് ആവും. ദെൻ ഇതിൻ്റെ സൊല്യൂഷനാണ് പാത്ത് ടു പീസ്. സമാധാനത്തിലേക്ക് വരിക, സമാധാനത്തിൻ്റെ വഴി തേടുക. സോ ദിസ് ഈസ് ഇൻ്റർനാഷണൽ കോർപ്പറേഷനുകൾ
UNO പോലെയുള്ള കാര്യങ്ങളൊക്കെ അതിനു വേണ്ടിയിട്ടാണ് വരുന്നത്. സോ പാത്ത് ടു പ്രോഗ്രസ്, പാത്ത് ടു പീസ്. ദെൻ കൺക്ലൂഷൻ ആണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്, അതിനെ എങ്ങനെ ഓവർകം ചെയ്യും, പീസിലേക്ക് വരും, അത് പറഞ്ഞുകൊണ്ട് നമ്മളിതിനെ കൺക്ലൂഡ് ചെയ്യുന്നു. സോ ദിസ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് റൈറ്റപ്പ് ഇൻ ദിസ് ചാപ്റ്റർ. സോ ഇത് ജസ്റ്റ് ഒരു സ്ലോഗൻസ് ആണ് എഗെയിൻസ്റ്റ് വാറും ഫോർ പീസ്. ഇപ്പോൾ സ്ലോഗൻസ് അറിയാം, നമുക്ക് സ്ലോഗൻ എന്താണെന്ന് അറിയാം. അപ്പോൾ അതിൽ കുറച്ച് എഗെയിൻസ്റ്റ് വാറിനെതിരായിട്ടുള്ള സ്ലോഗൻസ് ആണ് ഈ കാണുന്നത്. വാർ കിൽ, പീസ് ഹീൽസ്, ബോംബ്സ് കാൻ ബിൽഡ് എ ഫ്യൂച്ചർ, സേ നോ ടു വാർ, യെസ് ടു ഹ്യൂമാനിറ്റി, സ്റ്റോപ്പ് വാർ ബിഫോർ ഇറ്റ് സ്റ്റോപ്പ് അസ്, വാർ ലീവ്സ് കെയർസ്, പീസ് ഹീൽസ് ഹേർട്സ്, ബുള്ളറ്റ് ഡിസ്ട്രോയ്, ഡയലോഗ് ബിൽഡ്സ്. ഇത് യുദ്ധത്തിനെതിരായിട്ടുള്ള സ്ലോഗനുകളാണ്. ഇനി രണ്ടാമത് ഫോർ പീസ് ആണ്. പീസ് റീസ്റ്റോഴ്സ് വാട്ട് വാർ ഡിസ്ട്രോയ്സ്, പ്ലാൻ പീസ് reap smiles, together for peace, together for tomorrow, let the world hear the voice of peace, peace is not just a word, it's a choice. Okay, so these are the slogans in it. ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ സ്റ്റോറിയുടെ സമ്മറി പറഞ്ഞു, അതിൽ ക്യാരക്ടർ സ്കെച്ച് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും ജസ്റ്റ് ഒരു 2-3 സെൻറ്റൻസുകൾ നമ്മൾ പഠിച്ചു. ദെൻ consequences of war, slogans. So these are the important things in the chapter in the attic. Okay, I hope you understood. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ലെസണുമായിട്ട് കാണാം. See you. Bye.